ഹലോ, വെൽക്കം ടു അവർ ചാനൽ അച്ചുഅമ്മു ഡയറീസ്. ചിക്കൻ കറി എത്ര ഉണ്ടാക്കിയിട്ടും നന്നാവുന്നില്ലേ? എന്നാൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. ബാച്ചിലേഴ്സിനും പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം ഐറ്റംസിൻ്റെ ആവശ്യമില്ല. അതിന് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓയിൽ വേണമെങ്കിൽ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിലേക്ക് 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, കുറച്ച് പെരുംജീരകം ഇത്രയും ചേർത്ത് നല്ലപോലെ മൊരിഞ്ഞു വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ സവാള ചേർക്കാം. സവാളയിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ച് ചേർത്താലും മതി. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒരു 2 പച്ചമുളക് കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. അതിലേക്കൊരു ചെറിയ കഷ്ണം തക്കാളി, ചെറിയ തക്കാളിയെങ്കിൽ ഒരെണ്ണം എടുക്കുക, വലുതാണെങ്കിൽ ഒരു പകുതി എടുക്കുക. അതും ചേർത്ത് നല്ലപോലെ ഇളക്കുക. തക്കാളി ഒന്ന് നല്ലപോലെ സോഫ്റ്റായി വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് ചിക്കൻ ഇടുക. ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര എടുക്കുന്നോ അതിനനുസരിച്ച് ഉള്ളിയുടെയും തക്കാളിയുടെയും അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം അടുപ്പൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ നല്ലപോലെ ആ മസാലയുടെ കൂടെ കൂട്ടി യോജിപ്പിക്കുക. ചിക്കൻ ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഇളക്കുക. അതിനുശേഷം ചിക്കനിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, എൻ്റെ സ്പൂൺ ചെറുതാണ്, നിങ്ങളുടെ കയ്യിൽ സ്പൂൺ എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കണം. 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് ഒരു 1.5 സ്പൂൺ ചിക്കൻ മസാല, ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിലേക്ക് ഞങ്ങൾക്ക് എത്ര ചാറ് വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എനിക്ക് കുറച്ച് ചാറ് മതി, അതിനനുസരിച്ച് ഞാൻ ചെറിയ കപ്പിൽ ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. 10 മിനിറ്റിന് ശേഷം കാണുമ്പോൾ തന്നെ അറിയാമല്ലേ, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇതോടെ നിർത്തുക. കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ ഒന്നും കൂടി നല്ലപോലെ വറ്റിച്ചെടുത്താൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് സെർവ് ചെയ്താൽ അടിപൊളി ചിക്കൻ കറി റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. പിന്നെ നിങ്ങൾക്ക് ചിക്കൻ കറി വെക്കാൻ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, താങ്ക് യു.